ഒരാൾ ഇൽമു പഠിക്കുകയാണ്, അറിവ് പഠിക്കുന്ന ഒരാളാണ്. അവൻ ഖുർആൻ ഓതുകയാണ്, ഇൽമു പഠിച്ചിട്ടുണ്ട്, അവൻ ഖുർആൻ ഓതിയിട്ടുണ്ട്. അവനെ ഖിയാമത്ത് നാളിൽ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ അവന് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അള്ള എടുത്തെടുത്ത് പറയുകയാ, എടാ നിനക്ക് ബുദ്ധി തന്നു, നിന്നെ വലിയ ആലിമാക്കി, നിന്നെ വലിയ സൽഗുണ സമ്പന്നനായ ആളാക്കിയിട്ട് എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തതെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയും, അല്ലാ തഅല്ലംതുൽ ഇൽമാ, ഞാൻ ഇൽമു പഠിച്ചു അല്ലാ, ആലിമായി അല്ലാ, ആലിമായി അല്ലാ, ആലിമായി അല്ലാ, പള്ളിയിലെ ഖതീബായി അല്ലാ, പ്രഭാഷകനായി അല്ലാ, ഏറ്റവും വലിയ പണ്ഡിതനായി അല്ലാ, ജനങ്ങളോട് വാള് പറയുന്ന ആയിരങ്ങൾ വരുമ്പോ കടന്നു വരുമ്പോ വാള് പറയുന്ന വലിയ പ്രഭാഷകനായി അല്ലാ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. അല്ല പറയുമത്രേ, കദബ്താ കദബ്താ, എടാ നീ കള്ളമാണ് പറയുന്നത്. ലിയുഖാലു ആലിം, നീ വലിയ ആലിമാണ്, നീ വലിയ പ്രഭാഷകനാണ്, നീ വലിയ പണ്ഡിതനാണെന്ന് ജനങ്ങൾ മുഴുവനും പറയാൻ വേണ്ടിയല്ലേ നീ അതൊക്കെ ചെയ്തത്. യാ അല്ലാ, നീ കാക്കണേ അല്ലാ. ഇത് പറയുമ്പോ ഭയമാണ് വാപ്പാ, ഇത് പറയുമ്പോ ഭയമാണ് ഉമ്മ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു പ്രഭാഷകനോ കൽവിന്റെ ഉള്ളിൽ വരികയാ, ഞാനാ വലിയ പ്രഭാഷകനാ, ഞാൻ വലിയ പണ്ഡിതനാ, ഞാൻ വലിയ ആലിമാ, എന്നെ എല്ലാവരും പരിഗണിക്കണമെന്ന് ഏതെങ്കിലും ഒരു ആലിമിന്റെ കൽവിൽ വന്നു പോയാൽ അല്ല പറയാ, വലാകിന്നക തഅല്ലംതുൽ ഇൽമ ലിയുഖാലു ആലിം, നീ വലിയ ആലിമാണെന്ന് പറയാൻ വേണ്ടിയല്ലേ. വഖറഅതുൽ ഖുർആൻ ലിയുഖാലു ഖാരിഊ, നീ വലിയ കാര്യാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്. അതൊക്കെ പറയപ്പെട്ട് കഴിഞ്ഞു. അവനെന്ന കുത്തനെ പിടിച്ച് നരകത്ത് കൊണ്ടുപോയി ഇടുവോ മലായിക. അങ്ങനെ അവനെ വലിച്ചിരച്ച് കൊണ്ടുപോയി നരകത്തിട്ട് പൊരിക്കുമെന്ന് ഇതുവരെ നുണ പറയാത്ത നാവ് കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. എടോ പണക്കാരന്മാരില്ലേ, പണക്കാരന്മാരില്ലേ, പാവങ്ങൾക്ക് ഹദിയ കൊടുക്കുന്ന, ഒരുപാട് സക്കാത്ത് കൊടുക്കുന്നവരില്ലേ, നിങ്ങളെങ്ങാനും വിചാരിക്കുകയാണ് എല്ലാവരും അത് കാണണമെന്നും. അങ്ങനെ കണ്ടാ നിങ്ങൾ വലിയ സക്കാത്ത് കൊടുക്കുന്നവനാണെന്ന് ആളുകളെ പറഞ്ഞ് നിങ്ങൾ കേട്ട് നിങ്ങൾ സുഖിച്ചാൽ നരകത്തിന്റെ അഗ്നി കുണ്ഡാരത്തിലേക്ക് അള്ള കൊണ്ടുപോയി വലിച്ചിടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, റബ്ബിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? വളയമ്മക്ക ഉദയസ്തമാന ഉറൂസിന്റെ മഹാനായ വലിയിന്റെ, നമ്മളെല്ലാവരും പരിചയപ്പെടുന്ന അറിയുന്ന മഹാനായ വലിയിന്റെ, അവരെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല, അവരെ പേരാർക്കും അറിയില്ല. ആ മഹാനായ വലിയിന്റെ സുബ്ഹാനല്ലാഹ് 100 കൊല്ലം പഴക്കമുണ്ടല്ലോ നമ്മുടെ മക്കാമിന്. ഈ മഹാനായ വലിയിന്റെ പേരിന്റെ പവറിന്റെ അധികാരത്തിന്റെ കീഴിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഇരിക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി നാളെ ഖിയാമത്ത് നാൾ കൊടുക്കാൻ എഴുതി വെച്ച് പഠിച്ചിട്ട് വേണേ പോവാൻ. എന്നാ നിങ്ങൾക്കറിയുമോ, അള്ളാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെ കഥ നിങ്ങൾക്കറിയണോ? അവർ അനുഭവിച്ച സുഖം നിങ്ങൾക്കറിയണോ? യാ അല്ലാഹ്, യാ അല്ലാഹ്, ബദർ യുദ്ധ രണാങ്കണം നടക്കാൻ പോകുന്നുണ്ട്, ഉഹദിന്റെ രണാങ്കണം നടക്കാൻ പോകുന്നുണ്ട്. എല്ലാം മറന്ന് സഹാബത്ത് യുദ്ധത്തിനിറങ്ങയാ. പരിശുദ്ധ റമളാൻ നോമ്പ് 17 യുദ്ധത്തിന് പോകുന്ന സ്വഹാബക്കൾ എങ്ങനെയെന്നറിയോ പോകുന്നത്? യാ അല്ലാഹ്, ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാഉൽ ബദരിങ്ങളെ, ഉദികത്തും
ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉചിതപ്പോർ സോലികളാ സ്വഹാബാക്കളെ. യാ അല്ലാഹ്, യുദ്ധരണാങ്കണത്തിന് പോകുമ്പോ സഅദ് ഇബ്നു മുആദ് സഅദ് റളിയല്ലാഹു അൻഹു പറയാ, യാ അല്ലാഹ്, ബദറിന്റെ രണാങ്കണമാണ്. ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. സഹാബത്ത് പരസ്പരം സംസാരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, അവര് പറയുന്നുണ്ട്, അജിദ്നാ റീഹൽ ജന്നാ, സ്വർഗത്തിന്റെ മണമടിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ സുഗന്ധമടിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ സുന്ദരമായ സുഗന്ധം ആസ്വദിക്കുന്നുണ്ട്. സഹോദരാ, മഹാന്മാരായ സ്വഹാബത്ത് എന്തെന്നറിയോ പറയുന്നത്? വാഹല്ലി റീഹിൽ ജന്നാ, വാഹല്ലി റീഹിൽ ജന്നാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്നറിയോ? റബ്ബനാ, അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. യാ റബ്ബനാ അസ്അലുക അൻ തുർസഖനി ഗദാ റജുലൻ മിനൽ കുഫാരി ശദീദിൽ ഖുവാ. അല്ലാഹ്, നാളെ ഞാൻ യുദ്ധം ചെയ്യാൻ പോകുമ്പോ എനിക്ക് ശത്രുക്കളായ ശക്തന്മാരായ യോഗ്യന്മാരായ ശത്രുക്കളെ തരണേ അല്ലാഹ്. ഉഖാതിലുഹു യുഖാതിലുനി, അവരെന്നോട് യുദ്ധം ചെയ്യണം, ഞാൻ അവരെ കൊല്ലണം. ഫസാഖതുലുഹു സുമ്മ അസ്അലുക അൻ തുർസഖനി റജുലൻ ആഖറ മിനൽ കുഫാർ. അങ്ങനെ കുറെ ശത്രുക്കളെ എനിക്ക് കൊന്നു തള്ളിയിട്ട് അവരെന്നെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണേ അല്ലാ, അവരെന്റെ മൂക്ക് ചെത്തണേ അല്ലാ, അവരെന്റെ എല്ലാ വസ്ത്രങ്ങളും അവരെന്റെ എല്ലാ ഛന്ന ഭിന്നമാക്കി ശരീരങ്ങൾ ചെക്കി ചിതറണേ അല്ലാ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മഹാനായ നബി തങ്ങൾ പറയാ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയാ, യുദ്ധത്തിന് ശേഷം ഞാൻ ആ സ്വഹാബിയെ കണ്ടു. ഖദ് ജുദിയ അൻഫുഹു വബഖറ ബത്നുഹു വഖുതിഅത് ഉസ്നുഹു വഹൗലഹു ഇസ്നൈൻ മിനൽ കുഫാർ. യാ അല്ലാഹ്, സ്വഹാബത്തിനെ കണ്ടപ്പോ മൂക്ക് ചത്തിയിട്ടുണ്ട്, ചെവി ചത്തിയിട്ടുണ്ട്, ശരീരമാസകലം വെട്ടി മുറിച്ചിട്ടുണ്ട്. ചുറ്റും നോക്കുമ്പോ ശത്രുക്കളാൽ ചുറ്റും കിടക്കുന്നുണ്ട്, ശത്രുക്കൾ വെട്ടേറ്റ് പിടഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാ സഹോദരങ്ങളെ, അവർ റബ്ബിന് വേണ്ടിയാ എല്ലാം മാറ്റിവെച്ചത്. ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കടന്നു ചെല്ലുമ്പോ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ ഭക്ഷണങ്ങളില്ല. സഹോദരാ, കേൾക്കണേ സഹോദരാ, യാ അല്ലാഹ്, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. കേൾക്കണേ വാപ്പാ, കാസർകോട്ടത്തെ ചെറുപ്പക്കാര് കേട്ടോ. സുബൈർ ഇബ്നു ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. കേട്ടിട്ടുണ്ടോ? ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുദ്ധരണാങ്കണത്തിൽ, ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹ് പതാക കൊടുത്ത സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ആരെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഹാബിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയുമ്പോ, നിനക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ടല്ലാ എന്ന് പറയാൻ പറ്റുന്ന മഹാന്മാരാണ് അവര്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എങ്ങനെയൊന്നുള്ള മനുഷ്യനെന്നറിയോ? മക്കയിലൂടെ എങ്ങാനും മിസ്അബ് നടന്നുപോയാ മിസ്അബിന്റെ ഡ്രസ് കാണാൻ, മിസ്അബിന്റെ സൗന്ദര്യം കാണാൻ വഴിയോരത്ത് തരുണീമണികളായ പെണ്ണുങ്ങൾ കാത്തു നിൽക്കുമായിരുന്നത്രേ. മിസ്അബിനെ പോലെ
സൗന്ദര്യവാനായ മറ്റൊരു പുരുഷനും ആ മക്ക പ്രദേശത്തുണ്ടായിരുന്നില്ല. മിസ്അബിനെ പോലെ പുതു നല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്ന ഒരാൾ മക്കയിലുണ്ടായിട്ടില്ല. മിസ്അബിനെ പോലെ സുഗന്ധം പൂശുന്ന മിസ്അബിനെ പോലെ സുഗന്ധം പൂശുന്ന ഒരാൾ മക്കയിലില്ല. ആ മിസ്അബ് ഇസ്ലാമിലോട്ടങ്ങ് വരുമ്പോ സുബ്ഹാനല്ലാഹ് എല്ലാ വാപ്പയും ഉമ്മയും പിടിച്ചു വെച്ചു, ഒന്നും കൊടുത്തില്ല. ഇസ്ലാമിലോട്ട് കടന്നു വന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വഹാബാ ഒരു സ്വർഗാവകാശിയെ കാണണോ സ്വഹാബ? നോക്കുമ്പോ വേച്ച് വരുന്ന മിസ്അബ് തങ്ങളെ ചൂണ്ടിയ റസൂലുള്ള പറയാ. സ്വഹാബ ആരാ മിസ്അബ് എന്നറിയോ? ഏറ്റവും വില കൂടിയ ഡ്രസ് ധരിച്ച മിസ്അബ് എങ്ങനെയെന്നറിയോ വഫാത്തായത്? ഉഹദിന്റെ രണാങ്കണം നടക്കുകയാ. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പിടഞ്ഞു വീണുപോയ ഉഹദിന്റെ ചരിത്രത്തില് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാ. അല്ലാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചപ്പോ കറുത്ത് കോലം കെട്ട മനുഷ്യനായ മിസ്അബ് മാറിയപ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ വഫാത്തായപ്പോ യാ അല്ലാഹ് തലമൂടാൻ കഫൻ പൊതിയില്ല. തലമൂടുമ്പോ കാല് വെളിവാവുകയാ, കാല് മൂടുമ്പോ തല വെളിവാവുകയാ. മിസ്അബ് തങ്ങളെ മൂടാൻ തുണിയില്ലാതെ വന്നപ്പോൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ മൂടാൻ തുണിയില്ല നബിയേ, മൂടാൻ തുണിയില്ല നബിയേ. ഇത് ഹറന്ന പുല്ല് കൊണ്ടുവന്ന് കാല് മറച്ചിട്ട് തല മൂടിയിട്ട് കാല് മറയ്ക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ പണമല്ല അവരുടെ മുന്നിൽ പ്രശ്നമായത്, അധികാരമല്ല അവരുടെ മുന്നിൽ പ്രശ്നമായത്. അല്ലാഹ് മുന്നിലായപ്പോ ഒന്നും അവർക്ക് വേണ്ടാതാവുകയാ. അതുകൊണ്ട് വളയമ്മക്കാവിന്റെ മുന്നിൽ വന്നവരെ നിങ്ങളോട് പറയാ, അധികാരമോഹികളാകരുത് നിങ്ങളാര്. എന്റെ പ്രിയമുള്ളവരെ പണക്കൊതിയന്മാരാകരുത് നമ്മളാര്. അതെന്റെ പ്രിയമുള്ളവരെ ഭക്ഷണത്തിന് മാത്രം നമ്മുടെ ലഹരിയാകരുത്. ലഹരിയാകേണ്ടതാരെന്നറിയോ? ലഹരിയാകേണ്ടത് രണ്ട് പേരാ. അല്ലയാ, ഒന്നവന്റെ റസൂലാ. അതാവണം ചിന്ത മുഴുവനും ലഹരിയാവണം. അല്ല എന്ന ലഹരിയിൽ മയങ്ങണം. അല്ലാ ആ ലഹരി ജീവിച്ച മഹാനാ ഒളയമ്മക്കാവിന്റെ ഉള്ളിലുള്ളതെങ്കില് ആ മഹാന 100 കൊല്ലം കഴിയുമ്പോ ഞാനും നിങ്ങളും ഓർക്കുമെങ്കില് ഒളയമ്മക്കാവിലുള്ളവരെ നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയാ നമ്മളെ മക്കളുമെങ്കിലും നമ്മൾ ഓർക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെങ്കിലും നമ്മളെ ഒന്ന് ഓർക്കുമോ? നമ്മളെ വാപ്പയെങ്കിലും നമ്മളെ ഒന്ന് ഓർക്കുമോ? മരണപ്പെട്ട് 3-ന്റെ ഇറച്ചിയും വെട്ടിക്കൊടുത്ത് ചോറ് വെച്ച് തിന്നിട്ട് 7-ന്റെ 40-ന്റെ കൂട്ടുകുടുംബക്കാർ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞിട്ട് കബറി ഒറ്റയ്ക്ക് കിടക്കുമ്പോ വാപ്പാ കരഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാ നിനക്കിന്ന് ആയുസുണ്ടോ? നാളെ സുബഹി വരെ ആയുസുണ്ടാകുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഒളയത്തുകാരാ, എടാ അറ്റാക്ക് വന്നിട്ട് ICUവിന്റെ ഉള്ളിലാകുമ്പോഴല്ല റബ്ബിനെ ഓർക്കേണ്ടത്. എടാ ക്യാൻസറും ട്യൂമറും വന്നിട്ട് നിന്നെ റേഡിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കീമോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയുടെ വരാന്തയിൽ കൊണ്ടുപോയി കിടത്തുമ്പോഴല്ല അല്ലാ എന്ന് വിളിക്കേണ്ടത്. എടാ കിഡ്നി കംപ്ലൈന്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറയുമ്പോഴല്ല അല്ലാ എന്ന് വിളിക്കേണ്ടത്. ക്യാൻസർ വന്നിട്ട് 4th സ്റ്റേജായി ഡോക്ടർ ഗംഗാധരൻ എറണാകുളം ജില്ലയിലെ ഈ കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ഡോക്ടറാണ്. ഡോക്ടർ ഗംഗാധരൻ പറയാ, അയാളും ഒരു ക്യാൻസർ പേഷ്യന്റാ, അയാള് പറയും ക്യാൻസറിന്റെ 4th സ്റ്റേജായി, ഇനി ചെയ്യാനൊന്നുമില്ലെന്ന്. അപ്പോഴാ അല്ലാ എന്ന് പറയുന്നത്. അപ്പോഴല്ല അല്ല എന്ന് പറയേണ്ടത്, അപ്പോഴല്ല പടച്ചവനെ ഓർക്കേണ്ടത്, അപ്പോഴല്ല പള്ളിച്ചു കൊടുക്കേണ്ടത്, അപ്പോഴല്ല റബ്ബിനെ വിളിച്ച് കരയേണ്ടത്. കരയേണ്ടത് എപ്പോഴെന്നറിയോ? എടാ
ആരോഗ്യമുള്ളപ്പോഴാ. എടാ, നിനക്ക് നല്ല ആരോഗ്യവാനായി നടക്കാനും തിന്നാനും പറ്റുവോ? നിനക്ക് 10 പേരെ ഒറ്റയ്ക്ക് നടിക്കാൻ പറ്റുവോ? നിനക്ക് തർക്കിക്കാൻ നാവ് പൊങ്ങുന്നുണ്ടോ? എന്റെ പൊന്നുപെങ്ങളെ, 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 നിനക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടരുത്. എന്റെ പൊന്നുപെങ്ങളെ, ആരോഗ്യവും സൗന്ദര്യമുള്ള പെങ്ങളെ, എടി പൊന്നുമോളെ, നീ ആരെ പോലെ ആകണമെന്നറിയോടി പൊന്നുമോളെ? എന്റെ പൊന്നാര കാസർഗോഡുള്ള എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് പറയാ, നീ ആരെ പോലെ ആകണമെന്നറിയോ? മക്കയിലൊരു പെണ്ണുണ്ട് മോളെ, മക്കയിലൊരു പെണ്ണുണ്ട് മോളെ. ഞാൻ കഅബയിലേക്ക് ചെന്ന് ഉംറ ചെയ്തപ്പോ ആ ഖബറിന്റെ മുന്നിൽ പോയി ഇന്ന് പൊട്ടിക്കരഞ്ഞിട്ടാ വന്നത്. അതാരെന്നറിയോ? ബീവി ഖദീജത്തുൽ കുബ്ര, ബീവി ഖദീജത്തുൽ കുബ്ര. പൊന്നു പെങ്ങളെ, ഖദീജയെ പോലെയാകണേ, ഖദീജയെ പോലെയാകണേ. ആരാ ഖദീജ എന്നറിയോ? ആരാ ഖദീജ എന്നറിയോ? എല്ലാം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത പെണ്ണാ. പണം കൊടുത്തു, അധികാരം കൊടുത്തു, എല്ലാം കൊടുത്തു. റബ്ബിന്റെ ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച പെണ്ണാണ് ഖദീജ. ആ ഖദീജയുടെ പദവി എന്തെന്നറിയോ? ആ ഖദീജയുടെ പദവി എന്തെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഖദ് അതദ്ക ഖദീജ, അങ്ങയുടെ അടുക്കൽ ഇപ്പൊ ഖദീജ വരും നബിയേ. ഹബീബായ തങ്ങളെ, ഖദീജയോട് അങ്ങ് പറയണം നബിയേ, അല്ലാഹു ഒരു സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ നബിയേ. ഖദീജയ്ക്ക് അള്ളയാണ് സലാം പറഞ്ഞത്, വേറെ ആർക്കും അല്ലാഹ് അങ്ങനെ സലാം പറഞ്ഞിട്ടില്ല. അല്ലാഹു സലാം പറഞ്ഞ ഒരേ ഒരു പെണ്ണാരെന്നറിയോ? അത് ഖദീജത്തുൽ കുബ്ര, അത് ഖദീജത്തുൽ കുബ്ര, അത് ഖദീജത്തുൽ കുബ്ര. ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്ക വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ജിബ്രീൽ വന്നു ഖദീജ, ജിബ്രീൽ വന്നു ഖദീജ, അല്ലാഹ് നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് ഖദീജ. സാധാരണ അല്ലാഹ് സലാം പറയുമ്പോ എങ്ങനെയാ മടക്കേണ്ടത്? നമ്മളോട് ഒരാൾ സലാം പറയും, വഅലൈക്കുമുസ്സലാം, അല്ലാഹുവിന്റെ രക്ഷ നിനക്കും ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നല്ലേ സലാം പറയുന്നത്. അല്ലാഹ് തന്നെ സലാം പറയുമ്പോ എങ്ങനെയാ മടക്കേണ്ടത്? ഖദീജ ബീവി സലാം മടക്കിയത് എങ്ങനെയെന്നറിയോ? ഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു തന്നെയാണ് രക്ഷ നബിയേ. വഅലൈക്കസ്സലാം, അങ്ങേക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ നബിയേ. വഅലാ ജിബ്രീലസ്സലാം, ജിബ്രീലിനും ഉണ്ടാകട്ടെ സലാം നബിയേ. എന്തുകൊണ്ടെന്നറിയോ പെണ്ണേ? കാസർഗോഡ് ജില്ലയിലെ എന്റെ പൊന്നാര പെങ്ങളെ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കാണുകയും അറിയുകയും ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയാ, പൊന്നു പെങ്ങളെ, ഖദീജ ബീവിയുടെ ശരീരവും സമ്പത്തും സൗന്ദര്യവും എല്ലാം റബ്ബിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ചപ്പോ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ ജബലുന്നൂറിന്റെ ഉന്നതമായ ഹിറയിലിരിക്കുമ്പോ ഒരു ദിവസം 4-3 പ്രാവശ്യം ഖദീജ കയറിയിട്ടുണ്ടെങ്കിലോ ഹബീബായ തങ്ങൾ എന്ന ഭർത്താവിന് എന്തൊക്കെ സങ്കടം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പ്രതികൂലമായി വന്നപ്പോ എല്ലാത്തിനും അനുകൂല സാക്ഷിയായിട്ട് ഖദീജ നിന്നപ്പോ, പെണ്ണേ, അല്ലാഹുവും അവന്റെ റസൂലുമല്ലാത്ത എല്ലാ
വഫാത്തിനെ ഖദീജ മറന്നു കളഞ്ഞപ്പോ ഖദീജയ്ക്ക് അല്ലാഹുവിന്റെ സലാം കിട്ടിയെങ്കിൽ പൊന്നുമോളെ, ശരീരത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയാ പൊന്നുമോളെ നീ ലിഫ്റ്റിക്ക് തേക്കുന്നതെങ്കിലോ, ശരീരത്തിന്റെ അഴക് കൂട്ടാൻ വേണ്ടിയാ പെങ്ങളെ നീ ടൈറ്റ് വെറുതെയിട്ട് ആളുകളെ കാണാൻ വേണ്ടിയിട്ട് കല്യാണ ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിൽ നീ എഴുന്നള്ളുന്നതെങ്കിലോ, പൊന്നു പെങ്ങളെ കാസർഗോഡിന്റെ മക്കാമിന് നീ ശാപമാണ്, നിന്റെ വീടിന് നീ ശാപമാണ്, നിന്റെ ഭർത്താവിന് നീ ശാപമാണ്, നിന്റെ മക്കൾക്ക് നീ ശാപമാണ്. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, ഖദീജ ബീവിയുടെ തൊലിപ്പുറത്തിന്റെ വെളുപ്പാരും കണ്ടിട്ടില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഫാത്തിമ ബീവിയുടെ ശരീരത്തിന്റെ തൊലി വെളുപ്പാരും കണ്ടിട്ടില്ല. എന്റെ പൊന്നു പെങ്ങളെ, ആസിയ ബീവിയുടെ ശരീരത്തിന്റെ തൊലി വെളുപ്പാരും കണ്ടിട്ടില്ല. എന്റെ പൊന്നു പെങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിലെ സ്വഹാബിയത്തായ പെണ്ണുങ്ങളൊന്നും അലംഭാവം കാണിച്ച് ആടിത്തിമർ നടന്നിട്ടില്ല. അതുകൊണ്ട് പൊന്നാര മോളെ, ലിഫ്റ്റിക്കിനോട് വിട പറയൂ, മുഖസൗന്ദര്യത്തിന്റെ വർദ്ധക വസ്തുക്കളോട് വിട പറയൂ. എന്നിട്ട് എന്റെ ഒളുവിന്റെ വെള്ളം മുഖത്ത് തളിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ, മക്കളെ, മാതാപിതാക്കളെ പൊന്നുപോലെ ദീനീ ചിട്ടയോടെ നോക്കിയിട്ട് ഈമാനോടുകൂടി അങ്ങ് മരണപ്പെടന്റെ പൊന്നുമോളെ, അള്ളാന്റെ സഹായം നിനക്കെത്തും പൊന്നുമോളെ. അതാ ഹബീബായ തങ്ങൾ പറയുന്നത്, സലാസും മൻകുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈമാന്റെ രുചി അങ്ങ് കൽബറിയുമെന്നാ വാപ്പാ. മൂന്ന് കാര്യങ്ങൾ. ഒന്നെന്തെന്നറിയോ? അയ്യകൂനല്ലാഹ് വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ആരാകണമെന്നറിയുമോ? ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹുവും അവന്റെ റസൂലുമാകട്ടെ. എന്റെ പൊന്നുവാപ്പാ, എന്റെ പൊന്നുമ്മ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള അധികമായ പ്രേമം നമുക്കുണ്ടാകണം പൊന്നുവാപ്പാ. പ്രേമമാണ്, പ്രേമമാണ്, പ്രേമമാണ് ചെറുപ്പക്കാരാ. എടാ കാസർഗോഡത്തെ ചെറുപ്പക്കാരാ, സ്റ്റൈൽ മന്നനായ ചെറുപ്പക്കാരാ, സൗന്ദര്യമുള്ള ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ വ്യക്തമായ ചെറുപ്പക്കാരാ. എടാ നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്ക്, നല്ല യൗവനമുണ്ടല്ലോ നിനക്ക്, നല്ല തന്റെ ഇടമുണ്ടല്ലോ നിനക്ക്. എടാ എപ്പോഴെങ്കിലും നീ അള്ളാന്റെ റസൂലിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഹബീബായ തങ്ങളെ പറ്റിയിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ റോൾ മോഡൽ ആരാ? സിനിമാ താരങ്ങളാണോ? സീരിയൽ താരങ്ങളാണോ? ക്രിക്കറ്റ് കളിക്കാരന്മാരാണോ? ഫുട്ബോൾ കളിക്കാരന്മാരാണോ? വേണ്ട പൊന്നു ചെറുപ്പക്കാരാ, എടാ നിനക്കുമുണ്ട് മരണം പൊന്നുമോനെ. കബറി വന്ന് കിടക്കുന്നതിന് മുമ്പ് പൊന്നാര മോനെ നീ ഒന്ന് ചിന്തിക്കൂ, അള്ളാനെ ഓർത്തൊന്ന് ചിന്തിക്കൂ. അടാ ഈ സൗന്ദര്യമൊന്നും നിലനിൽക്കില്ല, നീയും പ്രായമാവും, ചുക്കി ചുളിഞ്ഞ് നീയും മരണപ്പെട്ടു പോകുന്നൊരു നാൾ വരും. അതുകൊണ്ട് അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്, നിന്റെ യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അള്ളാ നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചെന്ന് പറയാനുള്ള ഒരവസ്ഥ നീ ഉണ്ടാക്കി എടുക്കണേ ചെറുപ്പക്കാരാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. പ്രേമിച്ചവരാരാ? ഹബീബായ തങ്ങളെ പ്രേമിച്ചവരാരാ? ആ പ്രേമം കൊണ്ട് രക്ഷപ്പെട്ടവരാരാ? സുബ്ഹാനല്ലാഹ്, എത്ര കഥകളാ, എത്ര കഥകളാ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ട്. മദീനയുടെ പള്ളിയുടെ മുകളിൽ ആ ബാങ്ക് കൊടുക്കുക, അഷ്ഹദു അന്ന മുഹമ്മദ്. ആ വാക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ ബോധരഹിതനായ വീണ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നിങ്ങൾക്കറിയോ? എന്റെ റസൂലുള്ള ഇല്ലാത്ത മദീന
എനിക്കിനി വേണ്ട. ഹബീബായ തങ്ങളെ പ്രേമിച്ച് പ്രേമിച്ച് പ്രേമത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ സോപാനത്തിൽ അങ്ങ് വിരാജിക്കുമ്പോ സഹോദരാ റസൂൽ നമ്മുടെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരികയാ. മദീനയിൽ പോയിട്ടുണ്ടോ? ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടോ? അവിടെ ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ബാബുസലാമിലൂടെ കേറി ഇങ്ങനെ പോകുമ്പോ കാണാം പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളെ വീട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹുനാ റസൂലുള്ളാഹ് ഹുനാ ഹബീബുല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ അടുത്തൊക്കെ പോയിട്ട് ഹൃദയം പൊട്ടി ഒരു സലാം പറഞ്ഞിട്ടുണ്ടോ? തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അള്ളാന്റെ റസൂലിനെ അങ്ങ് പ്രേമിക്കണേ വാപ്പാ. അത് സ്വലാത്തിന്റെ മന്ത്രധ്വനിയിലൂടെ എങ്ങനെ പൊങ്ങിപ്പുളർന്നിട്ടു ഹബീബായ തങ്ങൾ എങ്ങനെയാണോ പ്രേമിക്കേണ്ടത് അങ്ങനെ തന്നെ അങ്ങ് പ്രേമിക്കാ. എനിക്കും നിങ്ങൾക്കും കഴിയണേ വാപ്പാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, അബൂബക്കറേ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നിങ്ങളെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം നബിയേ, നിങ്ങളെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം നബിയേ. ഹബീബായ തങ്ങളെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കല അബൂബക്കറിന്റെ ഹോബിയെങ്കിലും. സഹോദരങ്ങളെ സഹോദരങ്ങളെ ആരാ റസൂലുള്ളാഹ്, ആരാ റസൂലുള്ളാഹ്, ആരാ ഹബീബുള്ളാഹ്. വഫാത്തിന്റെ വേളയിൽ അസ്റായീൽ വന്ന് റൂഹ് പിടിക്കുമ്പോ ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുന്ന ഹബീബായ തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആ വാക്കൊന്ന് കേൾക്കണേ വാപ്പാ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത മരണത്തിന് വല്ലാത്ത മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ഏത് റസൂലുള്ളായാ, ഏത് ഹബീബായ തങ്ങളാ പാതിരാത്രി ഉറങ്ങാതെ നിസ്കരിച്ച അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ ഇനി അങ്ങേറ്റമൊന്നുമില്ലാത്ത 63 കൊല്ലക്കാലം കൊണ്ട് ലോകത്ത് മുഴുവൻ ഇസ്ലാമിന്റെ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരോ? താജ്ദാരേ മദീന ഹബീബായ തങ്ങളാ പറയുന്നത്. മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. അസ്റായീൽ ഒന്ന് മെല്ലെ പിടിക്കൂ അസ്റായീൽ. ഇതിനേക്കാളും മെല്ലെ റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. ഞാൻ അങ്ങനെ മെല്ലെ ഇങ്ങനെ ഇതിനേക്കാൾ മെല്ലെ പിടിക്കാൻ ഈ അസ്റായീലിന് കഴിയില്ല നബിയേ. വെണ്ണയിൽ നൂലിട്ടെടുക്കുന്നത് പോലെയല്ലയോ നബിയേ അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നതെന്ന് അസ്റായീൽ പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നത് ചോദ്യമുണ്ട്, എന്റെ ഉമ്മത്തിന്റെ കാര്യം അങ്ങനെയാണോ? എന്റെ ഉമ്മത്തിന്റെ വേദനയും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോ കഠിനമാണ് നബിയേ, കഠിന കഠോരമാണ്. ഉമ്മത്തെന്ന് പറഞ്ഞ സുഫിയാൻ ബക്കവിയാണ്, ഹസൻ ഉസ്താദാണ്, ഈ ഇരിക്കുന്ന മുഅദ്ദിനാണ്, ഉസ്താദാണ്, സദർ ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരുമാണ്. ആ ഉമ്മത്തിന്റെ കഷ്ടമാണെന്ന് പറയുമ്പോ എന്റെ റബ്ബേ യാ അല്ലാഹ്, അള്ളാന്റെ റസൂല് പറയുന്നൊരു ഭാഷയുണ്ട്, എന്റെ പൊന്നെ അസ്റായീലേ, എന്റെ ഉമ്മത്ത് അനുഭവിക്കേണ്ട മുഴുവൻ വേദനയും ഇങ്ങ് തന്നോളൂ. എന്റെ ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റെടുത്തോളാ. എന്റെ ഉമ്മത്തിനെ കരയിപ്പിക്കല്ലേ അസ്റായീൽ.
മക്കള് പറയുമോ വാപ്പാ, മക്കള് പറയുമോ വാപ്പാ, നിന്റെ ഉമ്മ പറയുമോ പൊന്നുപ്പാ, എന്റെ പൊന്നു പെണ്ണേ നിന്റെ ഭർത്താവ് പറയുമോ? നീ 10 മാസം നൊന്തപ്പെട്ട് നിങ്ങളെ മക്കളൊന്നും ചോദിച്ചു നോക്കൂ, എന്റെ മരണവേദന ഒന്ന് പങ്കിടുമോ എന്ന് ചോദിച്ചു നോക്കൂ. ആരും ഉണ്ടാവാത്ത ആ നാളിൽ ഒരേ ഒരാളെ ഉള്ളൂ. യാ അല്ലാഹ് സാഹിബി താജ് വൽ മിഅറാജ് വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹതി വൽ മറം ഇസ്മുഹു മുഖദ്ദസും മുഅത്തറും മുനവ്വറും ബിൽ ബൈതി വൽ ഹറം ശംസിൽ ളുഹാ ബദരിദ് ദുജാ സദരിൽ ലുലാ നൂരിൽ ഹുദാ കഹ്ഫിൽ വറാ കഹ്ഫിൽ വറാ മിസ്ബാഹിൽ ളുലം ജമീലിൽ ശിയം ശഫീഇൽ ഉമം സാഹിബിൽ ജൂദി വൽ കറം വല്ലാഹു അസിമുഹു വജിബ്രീൽ ഖാദിമുഹു വൽ ബുറാഖു മർകബുഹു വൽ മിഅറാജ് സഫറുഹു വസിദ്റത്തുൽ മുൻതഹാ മഖാമുഹു വഖാബ ഖൗസൈനി മത്ലൂബുഹു വൽ മത്ലൂബു മഖ്സൂദുഹു സയ്യിദുൽ മുർസലീൻ ഖാതിമുൻ നബിയ്യീൻ ഇമാമുൽ മുത്തഖീൻ. ഈ അണ്ടകടാഹ സർവചരാചരാകാശഭൂമി നക്ഷത്ര സർവാധികാരങ്ങളും പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അന മിൻ നൂരില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി. എല്ലാം എന്റെ പ്രകാശത്തിലെല്ലാം എന്റെ പ്രകാശത്തിൽ നിന്നാണ് പടച്ചത്, എന്നെയോ എന്റെ റബ്ബിന്റെ പ്രകാശത്തിൽ നിന്നാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവേ, അങ്ങല്ലാതെ പറയില്ല നബിയേ, അങ്ങല്ലാതെ പറയില്ല നബിയേ. അതുകൊണ്ട് വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ മക്കളെക്കാൾ കൂട്ടുകുടുംബങ്ങളെക്കാൾ ബിസിനസിനേക്കാൾ അധികാരത്തെക്കാൾ പണത്തെക്കാൾ എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ ഹബീബാണ്, എന്റെ ഹബീബാണ്, എന്റെ ഹബീബാ. അതാ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയത് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അത് വാപ്പയോ അവരിലായിട്ടാരുമേ ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബി. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, കരഞ്ഞിട്ടുണ്ടോ ആ റസൂലുള്ളാഹിനെ ഓർത്തിട്ടു? കരഞ്ഞിട്ടുണ്ടോ ആ ഹബീബായ തങ്ങളെ ഓർത്തിട്ടു? തടി പോലും കരഞ്ഞില്ലേ, മിമ്പർ പോലും കരഞ്ഞില്ലേ? മദീനയിൽ തളർന്നു വീണ മിമ്പറേ മുബീൻ മനം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബായ തങ്ങളുടെ ആ മിമ്പർ പോലും കരഞ്ഞു പോയെങ്കിലോ മുത്തുനബി തങ്ങളൊന്ന് മാറിയപ്പോ ഹബീബായ ഹബീബായ തങ്ങളുടെ ആ ഒരു മാറ്റം കണ്ടിട്ടു തടി പോലും കരഞ്ഞു പോയെങ്കിലോ. മനുഷ്യരെ, തടി കരഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ? ഹബീബായ തങ്ങളെ ഓർത്ത് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ലെങ്കിൽ കരയണം വാപ്പാ, കരയണം വാപ്പാ.
വാപ്പാ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം നോക്കുമ്പോ അലിയാർ തങ്ങൾ എല്ലാ ദിവസവും വെറും കൈയോടെയാ വരുന്നത്. ഒരു ദിവസം കുറച്ച് മാവ് കൊണ്ടുവരികയാണ്. മാവ് കൊണ്ടുവന്നു 3 റൊട്ടി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, ഒരു റൊട്ടിയെടുത്ത് അലിയാർ തങ്ങളെ കയ്യിൽ കൊടുത്തു, ഒരു റൊട്ടിയെടുത്ത് ഹസൻ ഹുസൈൻ തങ്ങളെ കയ്യിൽ കൊടുത്തു. ഫാത്തിമ ബീവിയുടെ ഊഴമായ ഒരു പത്തിരിയുണ്ട്. ആ പത്തിരി അങ്ങ് കയ്യിൽ കിട്ടിയപ്പോ എന്റെ വാപ്പ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഓടുകയാണ് റസൂലുള്ളാന്റെ അടുക്കലു, ഓടുകയാണ് ഹബീബായ തങ്ങളെടുക്കലു. യാ നബി അല്ലാഹ്, യാ നബി അല്ലാഹ്, നബിയേ ഞാൻ ഒരൽപ്പം പത്തിരിയുമായിട്ട് വന്നതാണ് യാ റസൂലല്ലാഹ്. ഫാത്തിമ വന്നാൽ മുത്ത് നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമാനെ ചേർത്ത് പിടിച്ചിട്ടു. അടുത്തിരുത്തിയിട്ട് കിന്നാരം പറയും, ഫാത്തിമ 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 ബീവി റളിയല്ലാഹു അൻഹാ മെല്ലെ റൊട്ടി എടുത്ത് മുത്തുനബി തങ്ങളെ കയ്യിൽ കൊടുത്തു. ഹബീബായ തങ്ങൾ ആ റൊട്ടി ഇങ്ങനെ വേടിക്കവേ കണ്ണിങ്ങനെ നിറയുകയാ. മല്ലദീ അബ്ഖാക യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? ഹബീബായ തങ്ങളെ കരയുമ്പോ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, മല്ലദീ അബ്ഖാക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയുടെ അധരം നോക്കിയിട്ട്, ഫാത്തിമയുടെ മുഖം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ 3 ദിവസത്തിന് ശേഷം ഫാത്തിമ 3 ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ ആദ്യം കഴിക്കുന്ന ഭക്ഷണമാ ഫാത്തിമ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല മോളെ എന്ന് പറഞ്ഞ് വിശപ്പിന്റെ ഏറ്റവും വലിയ കാഠിന്യതയുടെ രൂപത്തിൽ ജീവിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ ആർക്ക് വേണ്ടിയാ പട്ടിണി കിടന്നത്? പനയോലയിലാ കിടന്നുറങ്ങിയത്. പെട്ടുമെത്തയില്ലാത്ത രാജാവാണ്. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോ ഹബീബായ തങ്ങൾ കിടക്കുകയാണ്. പനയോലയിലാണ് കിടക്കുന്നത്. ചരിഞ്ഞു കിടന്നപ്പോ മുത്തുനബി തങ്ങളുടെ ശരീരത്തിൽ പനയോലയുടെ പാടുണ്ട്. ആരാണ് കിടന്നുറങ്ങുന്നത്? കിസ്റാ, കൈസറിന്റെ രാജകുമാരൻ. ഈ ലോകം മുഴുവൻ ആരുടെ കീഴിലാണോ? ഈ ലോകം മുഴുവൻ ആർക്ക് വേണ്ടിയാണോ അല്ലാഹു പടച്ചത്? ആ മഹാനായ പ്രവാചകൻ കിടക്കുന്നു. കിടപ്പ് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കിടപ്പ് കണ്ടിട്ടും റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അബ്കാ യാ റസൂലല്ലാഹ്, എന്ത് വേണം നബിയേ? പറഞ്ഞാൽ നബിയേ. കൽബിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിതുമ്പി പൊട്ടിപ്പോയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടിട്ട് ഉണർന്ന റസൂലുള്ള ചോദിക്കുന്നുണ്ട്, എന്തിനാ ഉമറേ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാൽ എന്തും കൊണ്ടുവരുമല്ലോ നബിയേ, എന്തേ നബിയേ നിങ്ങളൊന്നും പറയാത്തത്? യാൻ ഉമറേ, യാത്രക്കാരനിക്ക് ഒരുപാട് വസ്തുക്കളൊന്നും വേണ്ടല്ലോ ഉമറേ, യാത്രക്കാരന് ഒരുപാട് വസ്തുക്കളൊന്നും വേണ്ടല്ലോ ഉമറേ. ഒരു ചെറിയ മൺപാത്രം, ഒരു ചെറിയ കുടിക്കാൻ ഒരു കപ്പ്, കഴിക്കാൻ ചെറിയൊരു പ്ലേറ്റ് പോലത്തെ വസ്തു, അതല്ല മുത്തുനബി തങ്ങളുടെ കുടിലിൽ വേറൊന്നുമില്ല. ഇന്ന് സംഭരചുംബികളായ സൗധങ്ങൾ കെട്ടിയിട്ട് അതിന്റെ അകത്ത് ഷോക്കേഴ്സ് വെച്ചിട്ട് പാത്രങ്ങളും തുണിത്തരങ്ങളും മേടിച്ച് ലക്ഷങ്ങളുടെ രൂപ മുടക്കിയിട്ട് മേടിച്ചു വെക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളെ പറയാ, ആ ഹബീബായ തങ്ങളെ എങ്ങനെയാ നമ്മൾ പ്രേമിക്കാതിരിക്കുക? വഫാത്താകുന്ന വേളയുണ്ടല്ലോ, ബാക്കിയിരിക്കുന്ന 7 നാണയം എടുത്ത് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ അതെടുത്ത് സ്വതക്ക ചെയ്യ ആയിഷ. മുഹമ്മദ് വഫാത്താകുമ്പോ മുഹമ്മദിൻ്റെതായി ഒന്നും വേണ്ട ആയിഷ. അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ.
അല്ലാഹുവേ മിസ്കീനായിട്ട് എന്നെ ജീവിപ്പിക്കണമേ അല്ലാ, മിസ്കീനായിട്ട് നീ എന്നെ മരിപ്പിക്കണേ അല്ലാ. മിസ്കീനായിട്ട് ജീവിപ്പിക്കണം, മിസ്കീനായിട്ട് മരിപ്പിക്കണം. ഞാനും നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് കൽബിന്റെ ഉള്ളിൽ നിന്ന് തട്ടി ഞാൻ പറയുക, എന്തിനേക്കാളും ഏതിനേക്കാളും ഏത് വസ്തുവിനേക്കാളും വീട്ടിൽ സ്വർണമുണ്ടാകാം, വീട്ടിൽ നല്ല നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള മക്കളുണ്ടാകാം, വീട്ടിൽ നമ്മുടെ എല്ലാ കൂടപ്പിറപ്പുകളും ഉണ്ടാകാം, നമുക്ക് നല്ല സംവിധാനങ്ങൾ, എല്ലാത്തിനേക്കാളും വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവും അവന്റെ റസൂലും ആകണം നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി, നമ്മൾ ആരാധനകളിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഹറാമിൽ ചെന്ന് വീഴുന്ന എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താനും. ഹറാമിൽ ചെന്ന് വീഴുന്ന ഹറാമായ നോട്ടം, ഹറാമായ വ്യഭിചാരം, ഹറാമായ ചിന്ത. എന്റെ പൊന്നാര സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടത്തിൽ ഹറാമുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാർ നിന്നത്. വ്യഭിചാരം മാത്രമല്ല, ലഹരിയാ. കാസർഗോഡ് ജില്ല മാത്രമല്ല, തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ചെറുപ്പക്കാരാ കൂടുതലും നമ്മളെ കാർ തിന്നത് ലഹരിയാണ്. സ്വന്തം ഉമ്മയെ കൊന്നു, സ്വന്തം കുഞ്ഞ് സഹോദരനെ കൊന്നു, സ്വന്തം കാമുകിയെ കൊന്നു, സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്നു, എല്ലാവരെയും കൊന്നു തള്ളി. എന്തെന്നറിയോ? ഉള്ളിന്റെ ഉള്ളിൽ ലഹരി പോയപ്പോ ഉമ്മാനെ തിരിച്ചറിയുന്നില്ല. ആശിക്കെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് നിന്ന് ചുറ്റിക വാങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് കൈക്കത്തി വാങ്ങിയിട്ട് ഉമ്മാടെ കഴുത്തിനാ ഞാഞ്ഞു വെട്ടി കേരളത്തിന്റെ മുന്നിലും. സഹോദരങ്ങളെ, അതുപോലെയല്ലേ തൊട്ടെത്ര കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് വളയം മക്കാമിന്റെ ഉറൂസിന്റെ കമ്മിറ്റിക്കാരോട്, നാട്ടുകാരോട്, ചെറുപ്പക്കാരോട് പറയാ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായ നടപടിയെടുത്തിട്ടു ഈമാനോട് കൂടിയുള്ളൊരു മഹല്ലായി നമ്മുടെ മഹല്ല് മാറട്ടെ. ഹറാമായ വ്യഭിചാരങ്ങളെ വേണ്ട, ലഹരി വേണ്ട, പലിശ വേണ്ട, തോന്നിവാസം വേണ്ട. പലിശ തിന്നുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിലോ, പലിശ തിന്നിട്ടാണ് നിന്റെ വീട്ടിൽ നീ കയറുന്നതെങ്കിൽ, പലിശയുടെ പണം കൊണ്ടാണ് നിന്റെ മക്കളെ നീ തീറ്റിക്കുന്നതെങ്കിൽ, വാപ്പാ, ആ മക്കൾ എത്ര വലിയ തൊപ്പി വെച്ചാലും, എത്ര വലിയ ജുബ്ബയിട്ടാലും, എത്ര വലിയ ഹാഫിളായാലും, എത്ര വലിയ ആലിമായാലും, എത്ര വലിയ ആബിദായാലും, കള്ളപ്പണം കൊണ്ടാണോ നീ ജീവിക്കുന്നത്? പലിശപ്പണം കൊണ്ടാണോ നീ ജീവിക്കുന്നത്? ആളുകളെ പറ്റിച്ചിട്ടാണോ നീ ജീവിക്കുന്നത്? കടം കൊടുക്കാനുണ്ടായിട്ട് കടം കൊടുക്കാതെയാണോ നീ ജീവിക്കുന്നത്? ആളുകളുടെ സമ്പാദ്യം മുഴുവൻ നിന്റെ കൈക്കലാക്കി വെച്ചിട്ടാണോ നീ നിക്കരിക്കാൻ വരുന്നത്? ആ പണമാണോ നീ പള്ളിക്ക് കൊടുക്കുന്നത്? വേണ്ട, അത് വേണ്ട, അത് അല്ലാഹ്ക്ക് വേണ്ട. അതുപോലെ സ്വന്തം മക്കളെ ബോധപൂർവം നല്ല രീതിയിൽ ഈമാനോടെ വളർത്താൻ വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ തയ്യാറാകണേ. കണ്ടവന്റെ കാശ് കൊടുത്തിട്ട് മക്കളെ വളർത്തിയിട്ടു ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പലിശ കണക്കില്ലാതെ സാധനം വാങ്ങി കൂട്ടിയിട്ട് അറുമാറിച്ചിട്ട് പാവപ്പെട്ടവന്റെ പൈസക്കൊരു വിലയില്ലാതെ അവൻ തിരിച്ചു വരുമ്പോ രോഗിയായിട്ട് പൈസ ഇല്ലാതെ വരുമ്പോ അവനെയും ചവിട്ടി പുറത്താക്കിയിട്ട്, എന്റെ പൊന്നാര പെങ്ങളെ, അഹംഭാവം അഹങ്കാരം കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ എങ്ങനെയാകരുത് മോളെ. നീ എങ്ങനെയാകണമെന്നറിയോ? ഉമ്മ, സ്വന്തം മക്കളോട് വാപ്പാടെ വില പറഞ്ഞു കൊടുക്കണേ ഉമ്മ. സ്വന്തം മക്കളോട് വാപ്പ ആരാന്ന് പറഞ്ഞു കൊടുക്കണേ ഉമ്മ. മക്കൾക്ക് നിന്നോട് കൂടുതൽ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, പക്ഷേ വാപ്പ എന്ന് പറയുന്ന ഈ വസ്തുവിനെ ആളുകൾക്ക് ഇഷ്ടമില്ലാതിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? പണിയെടുത്ത് ഇടങ്ങേറായിട്ട് വരുമ്പോ ഒന്ന് ചിരിക്കാൻ പറ്റൂല, ഒന്ന് കളിക്കാൻ പറ്റൂല, ഒന്ന് മിണ്ടാൻ പറ്റൂല, ഒന്ന് വീണ് കിടന്നുറങ്ങിപ്പോകുമ്പോ മക്കളും ഉറങ്ങും. പിന്നെ രാവിലെ ആകുമ്പോ വാപ്പാ മക്കൾക്ക് മുമ്പേ വാപ്പ പോവുകയാ. ആ വാപ്പാടെ വില പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മ, നീയാണ് ഉമ്മ. നീ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്തെന്നറിയോ? നിന്റെ വാപ്പ തന്നെയാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നെഞ്ചുനീർ ഈ ലോകത്തോട് വിട
പറഞ്ഞങ്ങ് പോയാ പിന്നെ ആരുമില്ല പെങ്ങളെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ മഹാനായ വലിയന്റെ മുന്നിലോ ഒളയ മക്കാമിൽ വരുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഒരു ഉമ്മാനെ കാണാൻ പോയി. എന്റെ പ്രിയങ്കരനായ റസാഖ് കുമ്പളയുടെ പ്രിയപ്പെട്ട ഉമ്മയാ, പാവപ്പെട്ട ഉമ്മയാ. സുബ്ഹാനല്ലാഹ്, കണ്ണുനീരോടെ പറയുന്നു, മോനെ ദുആ ചെയ്യണേ, മോനെ ദുആ ചെയ്യണേ, മോനെ എന്റെ മോനിക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്നു. ആ പൊന്നുമ്മാടെ കണ്ണുനീര് കാണണോ? രോഗിയായ ഉമ്മയാ. ആ ഉമ്മയുടെ കൽബിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയോ? രോഗിയായപ്പോ, ക്യാൻസർ വന്നപ്പോ, അസുഖങ്ങൾ വന്നപ്പോ, രോഗങ്ങൾ വന്നപ്പോ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൈറോയിഡും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഏത് രോഗമായാലും കടന്നു വന്നപ്പോ പൊന്നുമോൻ നോക്കിയല്ലോ. ആ മോനിക്ക് വേണ്ടി ഉസ്താദേ ദുആ ചെയ്യണേ. എന്റെ പൊന്നുവാപ്പാ, വാപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചിട്ട് ഒരു മക്കളും അന്തസ്സോടെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാമെന്ന് വിചാരിക്കരുത്. രോഗിയായ വാപ്പാനെ പരിചരിക്കാതെ, രോഗിയായ ഉമ്മയെ നോക്കാതെ, രോഗിയായ ഭർത്താവിനെ നോക്കാതെ, രോഗിയായ സ്വന്തം മക്കളെ നോക്കാതെ, പൊന്നു പെണ്ണേ നിന്റെ സൗകര്യപ്രദം നിന്റെ സുഖം ധരിക്കാൻ കഴിയാതെ നീ നടന്നു പോയാ പൊന്നുവാപ്പാ, പൊന്നുമക്കളെ ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാതെ പോയാ അല്ല വിടൂല്ല. അങ്ങനെ ഉണ്ടായാലാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ഈമാനോടുകൂടി ഒന്ന് മരിക്കണ്ടേ വാപ്പാ. അതുകൊണ്ട് സ്വന്തം മക്കളെ നല്ല ആലിമീങ്ങളാക്കൂ. സ്വന്തം മക്കളെ ഒരാളെങ്കിലും ആലിമീങ്ങളാക്കൂ. 4-5 ആൺമക്കളുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞ് പള്ളിയിൽ വിട്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ തൊട്ടടുത്ത് ബംബ്രാണ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബംബ്രാണ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു മുദരിസ് ഉണ്ട്, ബഹുമാനപ്പെട്ട എന്റെ കൂട്ടുകാരനാ ഫൈസി ഉസ്താദാ. യാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദിന്റെ കീഴ് 10 കൊല്ലമായ പണ്ഡിതനാ പള്ളിയിൽ മുദരിസ. 70-80ഓളം മുത്തഅല്ലിമീങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ ഞാൻ താമസിക്കുന്ന എന്റെ ഹൃദയത്തിൽ തൊട്ടുന്നൊരു കൂട്ടുകാരുണ്ട്, ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഖാലിദിച്ച. അവർക്ക് 4-5 മക്കളുണ്ട്. ഒരു പൊന്നുമോനെ പറഞ്ഞു വിട്ടിരിക്കുക ഫൈസിയുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടു. ബഹുമാനപ്പെട്ട ജുനൈദ് ഫൈസി ഉസ്താദാ, പണ്ഡിതനാ, ചെറുപ്പക്കാരനാ. ആ പ്രായത്തിൽ എത്ര ആലിമീങ്ങളെ എന്നറിയോ വാർത്തെടുക്കുന്നത്? നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പള്ളി ദർസുകളിൽ മക്കളെ പഠിപ്പിക്കാൻ വിട്. പണമുണ്ടെന്ന പേരിൽ, അധികാരമുണ്ടെന്ന പേരിൽ, എന്തുമുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തിട്ട് വളർത്തി വലുതാക്കിയിട്ട്, കാളയെ പോലെ വളർത്തി വലുതാക്കി വിട്ടിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും അടിമകളാക്കിയിട്ട് എന്റെ മയ്യത്തിനിക്കരിക്കാ പള്ളിയിലെ മുല്ലാക്കായി ഉസ്താദും വരുമെന്ന വിശ്വാസത്തിൽ പോയിട്ട് കബറി കിടക്കാ. നീ എങ്ങാനും പോയാ ഒരു ദുആ നിന്റെ കബറിലെത്തൂല്ല വാപ്പാ. നിങ്ങൾക്കറിയോ ഈ നിന്ന് സംസാരിക്കുന്ന സുഫിയാൻ ബാക്കിയുടെ വാപ്പ ആരെന്നറിയോ? സഹോദരങ്ങളെ, വലിയ ബിസിനസ്സുകാരനല്ല, വലിയ പണക്കാരനല്ല, വലിയ അധികാരിയല്ല, വലിയ സമ്പന്നനല്ല. നിങ്ങൾക്കറിയോ, ഒരു ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ആയിട്ട് പണിയെടുത്ത ആളാ. പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന കൂലിപ്പണിക്കാരന്റെ മോനാ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഇന്ന് എന്റെ വാള് കേൾക്കാരന്റെ ഉമ്മ എന്റെ സദസ്സിലുണ്ട്. അതുകൊണ്ട് പറയാ, സുബ്ഹാനല്ലാഹ്, സൗദി അറേബ്യയിൽ പോയിട്ട് ജോലി എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, മോനെ അള്ളാന്റെ ദീൻ പഠിക്കാൻ പോണമടാ പൊന്നുമോനെ, അള്ളാന്റെ ദീൻ പഠിക്കാൻ പോണമടാ പൊന്നുമോനെ. സെക്യൂരിറ്റി പണി മാത്രമല്ല, ഹോട്ടലിൽ പോയിട്ട് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഡെസ്ക് തുടച്ചു കിട്ടുന്ന തുച്ഛമായ ഹലാലായ വരുമാനം കൊണ്ടാ സഹോദരങ്ങളെ സുഫിയ ബാക്കവി പഠിച്ചത്.
കഴിയുമെങ്കിൽ ഹറാമ ഉള്ളിൽ പോയിട്ടില്ല, പലിശ ഉള്ളിൽ പോയിട്ടില്ല. കൂടെ എന്റെ ഉമ്മായും കൂലിപ്പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് പഠിച്ചപ്പോ സഹോദരങ്ങളെ, ഞാൻ മാത്രമല്ല, എന്റെ താഴെ ഒരു അനിയനുണ്ട് സുലൈമാൻ ബാക്കവി. അവനും പണ്ഡിതനായിട്ടൊന്ന് വലിയൊരു പള്ളിയിൽ ഖത്തീബായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ടെങ്കിലോ വാപ്പയുടെ ഉമ്മയുടെയും ആഗ്രഹമാ സഹോദരങ്ങളെ. എന്നിട്ട് കോവിഡിന് മുമ്പ് എന്റെ പൊന്നാര ഉപ്പയെ ഞാൻ പറഞ്ഞു ഉംറയ്ക്ക് വിട്ടു. ജോലിക്ക് കയറി ആദ്യത്തെ ശമ്പളം കൊണ്ട് വാപ്പാടെ കയ്യിൽ കൊടുത്തിട്ട്, വാപ്പാ ബാക്കി ഞാൻ തരാ, ഉംറയ്ക്ക് വയ്ക്കോ എന്ന് പറഞ്ഞു ഉംറയ്ക്ക് വിട്ടതാ. ഹറമിൽ പോയിട്ട് കഅബാലയം കണ്ടു, കറുത്ത മൂടി പുലച്ച കഅബാലയത്തെ കണ്ടു, ഹബീബായ തങ്ങളെ കണ്ടു. എന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, എന്റെ മോനെ, ദുനിയാവിലും ആഖിറത്തിലും ഒരു മകൻ ഒരു വാപ്പാക്ക് എന്തെല്ലാമാണോ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം പൊന്നുമോനെ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചെന്നെ കരഞ്ഞ വാപ്പാ. ഉംറ കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോ ഇലാ ഹദ്റത്തില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ കൈകൾക്ക് കഴിഞ്ഞെങ്കിൽ ആ വാപ്പാടെ മയ്യത്ത് കബർ ഇറക്കി വെക്കാൻ പൊന്നു വാപ്പമാരെ ഈ സാധുവായ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ടെന്നറിയോ? ഇല്ലായ്മയിലും മക്കളെ വിട്ട് ആലിമാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ പദവിയാ. 6-7 ആലിമീങ്ങളാ മയ്യത്ത് കുളിപ്പിച്ചുവെങ്കിലോ, ഇമാമത്തായി പൊന്നുമോൻ വാപ്പാടെ പിന്നിൽ നിന്നെങ്കിലോ, ഇന്നും ഈ പറയുന്ന വാദന്റെ പ്രതിഫലത്തിന്റെ അംശമാ കബറിന്റെ ഉള്ളിൽ എത്തിച്ചേരുമെങ്കിൽ, അവരെ ഉമ്മാടെ കബറി എത്തിച്ചേരുമെങ്കിൽ, വാപ്പാ കാസർഗോഡുള്ള വാപ്പാ 5-6 മക്കളെ വലിപ്പമല്ല നീ പറയേണ്ടത്. നുഫൈസ് എന്ന പൊന്നുമോന് ബംബ്രാണയിൽ ദർസി പഠിക്കുന്നത് പോലെ കാസർഗോഡത്തെ വാപ്പാ ഒരു പൊന്നുമോനെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേ. കുമ്പളയിലെ എന്റെ റസാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അവന്റെ പൊന്നുമോനെ ആദമെന്നവന്റെ പൊന്നുമോനെ ആദമെന്നവന്റെ പൊന്നുമോനെ ഹിഫ്ള് പഠിക്കാൻ കൊണ്ടാക്കി എന്നറിഞ്ഞപ്പോ അല്ലാ സന്തോഷം ചെറുതല്ല, സന്തോഷം ചെറുതല്ല. ദുനിയാവ് ചെറുതാവാപ്പാ, ദുനിയാവ് ചെറുതാവാപ്പാ, ദുനിയാവ് ചെറുതാവാപ്പാ. ആഖിറമാണ് വലുത് വാപ്പാ, ആഖിറമാണ് വലുത് വാപ്പാ, ഖബറാണ് വലുത് പെങ്ങളെ. അതുകൊണ്ട് അവിടെ വിജയിക്കണമോ? ദുനിയാവിൽ വിജയിക്കണം. എങ്ങനെ വിജയിക്കണമെന്നറിയോ? അള്ളാനെ മുറുകെ പിടിച്ചവന്റെ, റസൂലിനെ മുറുകെ പിടിച്ചവന്റെ, ദീനിനെ മുറുകെ പിടിച്ചു ഈമാനോടെ ജീവിച്ചിട്ട് ഈമാനോടെ നമുക്കൊന്ന് മരിക്കണ്ടേ, ഈമാനോടെ നമുക്ക് മരിക്കണ്ടേ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊന്നും മരിക്കണ്ട വാപ്പാ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ.